ഹായ് ഓൾ. നമ്മൾ തൊട്ടു മുമ്പ് ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ICM ആണ്. RICM, അതിനുശേഷം ICM. ഈ സെക്ഷനിലുള്ള ലാസ്റ്റ് ഏരിയ ആണ് JCTC, ദ ജൂനിയർ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റർ. ജസ്റ്റ് ഒന്ന് നോക്കാം. JCTC offers training programs for the junior level functionaries or officers in the cooperative department and cooperative enterprises. നമ്മൾ ഇതിനു മുമ്പ് കണ്ട എല്ലാം മാനേജ്മെൻറ്റ് ലെവലിലെ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ആണെങ്കിൽ ഇവിടെ വന്നപ്പോൾ ജൂനിയർ ലെവൽ ഓഫീസേഴ്സിനാണ് ശരിക്കും ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നത്. 109 ജൂനിയർ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സ് വിവിധ വിവിധ സ്റ്റേറ്റുകളിലായിട്ടുണ്ട്. ദർ ആർ 7 JCTs ഫങ്ഷനിങ് ഇൻ കേരള. കേരളത്തിൽ തന്നെ ഏറെക്കുറെ 7ഓളം ജൂനിയർ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട്. ഈ പറയുന്ന JCT ഒക്കെ NCCTയുടെ സപ്പോർട്ടോട് കൂടിയാണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസുകളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ all the regional directors, principals of RICM, ICM of NCCT have been designated as nodal officers for monitoring and evaluation of training programs conducted by respective areas JCTC, and also to organize training of trainers programs for JCTC faculty. അപ്പം ഇത്തരത്തിൽ ഞാൻ പറയുകയുണ്ടായി, ഇപ്പോൾ കേരളത്തിൽ തന്നെ 7ഓളം JCTCs ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിനു വേണ്ടി ഒരു ഡയറക്ടേഴ്സ്, പ്രിൻസിപ്പൾസ്, അപ്പോൾ RICMൻ്റെയോ അല്ലെങ്കിൽ ICMൻ്റെയോ NCCTയുടെ ഒക്കെ റീജിയണൽ ഡയറക്ടേഴ്സും പ്രിൻസിപ്പൾസും ഒക്കെ ഈ ഓരോ സംസ്ഥാനത്തുള്ള JCTCs ഒക്കെ കറക്റ്റായിട്ട് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടോ, അറേഞ്ച് ചെയ്യുന്നുണ്ടോ, ട്രെയിനിങ് പ്രോഗ്രാംസുകൾ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എനിവേ, ഇത്തരത്തിൽ സ്റ്റേറ്റ് ലെവലിലുള്ള ജൂനിയർ ലെവൽ കോപ്പറേറ്റീവ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ എംപ്ലോയീസിന് അല്ലെങ്കിൽ ഓഫീസേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനമാണ് ശരിക്കും JCTC എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെ ഒരു സ്ട്രക്ചറൽ ഫോർമാറ്റിലോട്ടൊന്ന് മാറ്റുവാണെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ ശരിക്കും പഠിക്കേണ്ടത്. നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ, NCUI, അതിൻ്റെ അണ്ടറിൽ NCCയും NCCIയും വരുന്നു. നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. അതിൻ്റെ അണ്ടറിലാണ്, NCCAയുടെ അണ്ടറിലാണ് നമ്മൾ നേരത്തെ കണ്ട വാംനികോം വരുന്നത്, RICM വരുന്നത്, ICMS വരുന്നത്, ഏറ്റവും അവസാനം ഇപ്പോൾ വായിച്ച JCTSും വരുന്നത് ഇതിൻ്റെ കീഴിലാണ്. അപ്പോൾ നോക്കുക, നാഷണൽ ലെവൽ നിൽക്കുന്നു, അതിൻ്റെ താഴെ 2 ഏജൻസി, പിന്നീട് താഴോട്ട് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന് വേണ്ടി വാംനികോം, RICM, ICMS, JCTS. അപ്പോൾ നിങ്ങൾക്ക് ഈ മേഖലയുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങിനെ സംബന്ധിച്ച് എന്തൊരു ക്വസ്റ്റ്യൻ 4 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഈ ഫ്ലോ ചാർട്ട് ഒന്ന് വരച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 50% മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. താഴെ ഇങ്ങനെ എഴുതണം: ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ ഇന്ത്യ എന്നുള്ളത് കൊടുക്കുകയും ചെയ്യണം. ഇനി കേരളത്തിൽ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങിനെ സംബന്ധിച്ചുള്ള സെഷനാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണുന്നത്. സോ നിങ്ങൾ നാഷണൽ ലെവലായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് വരയ്ക്കാൻ ശ്രമിക്കുക. താങ്ക് യു.